റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി കൊണ്ട് നമുക്ക് സ്വാദിഷ്ടമായൊരു ഐറ്റം ഉണ്ടാക്കിയാലോ? ചക്കപ്പോള എന്നാണ് ഞാനിതിനിട്ട പേര്. ഇങ്ങനൊരു ഐറ്റം ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു കൈ നോക്കി, എന്തായാലും കൊള്ളാം. സംഭവം കലക്കി. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമുള്ള ചക്ക കുരു കളഞ്ഞ് എടുത്ത് അതൊന്ന് അരച്ചെടുക്കണം ജാറിയിട്ട്. കുറച്ച് മതി, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. നമുക്ക് എന്തോരം വേണോ അതൊന്നെടുത്ത് ജാറിയിട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം വോയിസ് ഓവറിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചു വിടുക. ഓക്കെ. എന്നിട്ട് നമുക്ക് പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്യാം. ആട്ടപ്പൊടി ആവശ്യത്തിന് നമുക്ക് എന്തോരം ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെ അളവിന് വേണ്ട പൊടി എടുത്താൽ മതി. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. ഇനിയിപ്പോൾ ടേസ്റ്റ് എന്താണെന്നൊരു പിടിയില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് കുറച്ചേ എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ചൊരു മൈദാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. വേണമെന്നില്ല, നിർബന്ധമില്ല. എന്നിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്തത് നമുക്ക് പൊടിയിലിട്ട് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തെടുക്കുക. ഇനി തേങ്ങയാണ് വേണ്ടത്. ആവശ്യത്തിന് വേണ്ട തേങ്ങ ചിരണ്ടി എടുക്കുക. തേങ്ങ കൂടുതലിട്ടാൽ നല്ലതാണ്, ടേസ്റ്റ് കൂടത്തുള്ളൂ. കുറച്ചേ എടുത്തുള്ളൂ. പിന്നെ നെയ്യിൽ കിസ്മിസ് എല്ലാം എടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക. അതും കുറച്ചേ എടുക്കുന്നുള്ളൂ. എല്ലാം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ, വേസ്റ്റായി പോകണ്ടല്ലോ ഓർത്ത് എല്ലാം ഒന്ന് ട്രൈ ചെയ്യണേന്. കുറേശ്ശേ എല്ലാം എടുക്കുന്നുള്ളൂ. എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരുപാട് വേണമെന്നില്ല, അതും കുറേശ്ശെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഇത് പാത്രത്തിലോട്ട് ആക്കുക. ആളെത്തിയിട്ടുണ്ട്. ടി വിയുടെ ചാനൽ മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ് അന്നിന്ന് ബഹളം വെക്കുന്നത്. അതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ വാട്ടിയെടുത്ത കിസ്മിസ് ഒന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് വിതറിയിടാം. എന്നിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇടിയപ്പ പാത്രത്തിലാണ് വെക്കണത്. പാത്രം വെച്ചിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 20 മിനിറ്റാണ് ഇത് വേകാൻ വേണ്ട സമയം. 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ദേ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെന്തിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടിട്ടൊക്കെ സംഭവം കലക്കിയെന്ന് തോന്നുന്നുണ്ട്. ഇനിയൊന്ന് ആറിക്കഴിഞ്ഞ് കഴിച്ച് നോക്കാം. ഇനി കുറച്ച് ആറിയിട്ടുണ്ട്. അത് നമുക്ക് പീസായിട്ട് എടുക്കാം. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഓരോ ചെറിയ പീസായിട്ട് എടുക്കാം. എന്തായാലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി, വേസ്റ്റാക്കേണ്ടി വന്നില്ല. മോളും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.